ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ ഇന്നൊരു സിമ്പിൾ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, മാങ്ങാച്ചാറാണ്. എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കി ട്രൈ ചെയ്യണം. എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാവുന്നൊരു സിമ്പിൾ റെസിപ്പിയാണ്. അപ്പം വേറൊന്നുമില്ല, ഇന്ന് എൻ്റെ വിളിച്ചൻ കണ്ടെത്തി പോയിട്ട് വന്നപ്പോൾ നല്ല മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇത് മൂവാണ്ട മാങ്ങയാണ്. അപ്പം മാങ്ങ നല്ലോണം കഴുകി അരിഞ്ഞ് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉലുവാപ്പൊടിയും അതുപോലെ തന്നെ കായപ്പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് നല്ലോണം ഇളക്കി ഒരു അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നമ്മൾ ഈ മാങ്ങാക്കറി ഉണ്ടാക്കുമ്പോൾ ടേസ്റ്റ് കൂടുന്നത് ഇത് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന ടൈം അനുസരിച്ചാണ്. കാരണം നമ്മൾ ഈ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഉലുവയും അതുപോലെ കായപ്പൊടിയൊക്കെ നല്ലോണം നമ്മുടെ ഈ മാങ്ങയിൽ പിടിക്കണം. എന്നെങ്കിൽ മാത്രമേ നമ്മൾ ഈ മാങ്ങാക്കറി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റത്തുള്ളൂ. പിന്നെ ഈ ഉലുവയും അതുപോലെ തന്നെ കായപ്പൊടിയാണല്ലോ മാങ്ങാക്കറിക്ക് ടേസ്റ്റ് കൂടുതൽ കൊടുക്കുന്നത്. സോ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇത് നല്ലോണം ഇത്രയും സാധനങ്ങളും ഇട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം ഒരു അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെച്ചു. അപ്പം ഈ മാങ്ങ എന്ന് പറയുന്നത് ഒരു നൊസ്റ്റാൾജിക് മാങ്ങയാണ്. കുഞ്ഞിലെ മുതലേ നമ്മൾ മാങ്ങാക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ മാങ്ങയാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ ഇത് കുറച്ച് പറിച്ചിട്ട് അത് പഴുക്കാൻ വേണ്ടി ചാക്കി കെട്ടി വെക്കും. അപ്പോൾ അത്രയും നല്ല മാങ്ങയാണ്. സോ ഇത് നമ്മൾ നല്ലോണം അടച്ച് വെക്കുക. അപ്പം ഇങ്ങനെ അടച്ച് വെക്കുന്നതിലൂടെയാണ് നമുക്ക് മാങ്ങാക്കറിക്ക് ടേസ്റ്റ് കൂടുന്നത്. അപ്പം ഇങ്ങനെ മാങ്ങ മൂടി കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നതിന് ഞങ്ങളുടെ അമ്മൂമ്മയൊക്കെ പറയുന്നത് തട്ടിപ്പൊത്തി വെക്കാമെന്നാണ്. അപ്പം അങ്ങനെ മാങ്ങ തട്ടിപ്പൊത്തി വെച്ചു. പിന്നെ നേരത്തെ അരിഞ്ഞ് വെച്ചിരുന്ന വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് അതൊക്കെയാണ് കാണിച്ചത്. എണ്ണ നല്ലോണം വെളിച്ചെണ്ണയാണ് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തത്. നല്ലെണ്ണ ആഡ് ചെയ്താൽ നമ്മുടെ മാങ്ങയുടെ ടേസ്റ്റ് ഇത്രയും കൂടി കൂടും. ഇപ്പം എൻ്റെ കയ്യിൽ അത് എടുക്കാനില്ലാത്തതുകൊണ്ടാണ് ഞാൻ വെളിച്ചെണ്ണ ആഡ് ചെയ്തത്. എന്നിട്ട് കടുക് വറുത്ത് അതിലോട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം നല്ലോണം ആഡ് ചെയ്യുക. എന്നിട്ട് ഇത് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നിടം വരെയും നല്ലോണം മിക്സ് ചെയ്യണം. കാരണം ഈ വെളുത്തുള്ളി ഇഞ്ചി നല്ലോണം മുരിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ മാങ്ങാക്കറിക്ക് ടേസ്റ്റ് കൂടുകയുള്ളൂ. സോ നമ്മളത് നല്ലോണം ഒരു മെറൂൺ കളറാകുന്നിടം വരെ നമ്മൾ മിക്സാക്കി വെക്കണം. എന്നിട്ട് അല്ലെങ്കിൽ എണ്ണ തെളിഞ്ഞ് വരിക എന്ന് പറയും, ആ ഒരു രീതിക്ക് നമ്മൾ ഇത് മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കണം. നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചിയും ഗോൾഡൻ ബ്രൗൺ കളറായിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും ഇത്തിരി ഉലുവാപ്പൊടിയും പിന്നെ ഇത്തിരി കായപ്പൊടിയും കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്, കുറച്ചും കൂടി ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. ആദ്യം കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇത് ഇപ്പം കുറച്ചും കൂടി അതൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടുള്ളത് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളായിരുന്നു. പിന്നെ നമ്മുടെ മാങ്ങാക്കറിക്ക് എടുത്ത് നിൽക്കേണ്ട ഇതിൻ്റെ രുചിയായതുകൊണ്ട് ഇത്തിരിയും കൂടി ഞാൻ ഇത് മൂത്ത് വന്ന സമയത്ത് അതിലേക്ക് ആഡ് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് നല്ലോണം അത് കരിഞ്ഞു പോയത് തീ നല്ല ചെറിയ തീയിൽ വേണം നമ്മൾ ഇത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ പറഞ്ഞ മാങ്ങ അച്ചാറിൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തില്ല. പിന്നെ ഞാൻ പൊടി ചേർക്കാണ്. ഞാൻ മുളക് പൊടി മാത്രമേ ഇതിനകത്ത് അല്ലാണ്ട് ചേർക്കുന്നുള്ളൂ. മുളക് പൊടി ചേർത്ത് നല്ലോണം ആ എണ്ണയ്ക്കകത്ത് കിടന്ന് തെളിഞ്ഞു വരുന്ന രീതിയിൽ മിക്സ് ചെയ്യുകയാണ് ഞാൻ എൻ്റെ അച്ചാറിൻ്റെ പ്രിപ്പറേഷനിൽ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഞാൻ സാധാരണ നമ്മൾ മാങ്ങ അരിഞ്ഞ് വെച്ചിരിക്കുന്ന മാങ്ങ ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്യുകയാണ് ചില സൈഡിൽ ചെയ്യുന്നത്. ഞാനിവിടെ ഈ മിക്സ് ഉണ്ടാക്കിയിട്ട് ആ മിക്സാണ് ഞാൻ നമ്മുടെ മാങ്ങാക്കറിയിലേക്ക് സ്പ്രെഡ് ചെയ്തിട്ട് അത് മിക്സ് ചെയ്യുക ചെയ്യുന്നത്. പിന്നെ നമ്മൾ അത്രയും നേരവും വെയിറ്റ് ചെയ്ത് അരമണിക്കൂറോളം വെയിറ്റ് ചെയ്യാൻ വെച്ചിരുന്ന മാങ്ങയിൽ നിന്ന് വെള്ളം ഇറങ്ങി കാണും. അപ്പോൾ ആ ഇറങ്ങിയിട്ടുള്ള വെള്ളം വെച്ച് വേണം കുറച്ച് നേരം ഇതൊന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്, ആ മസാല വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ അച്ചാറിലേക്ക് ആഡ് ചെയ്യുന്ന മസാല. ഞാനിത് നല്ലോണം മിക്സ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇങ്ങനെ അച്ചാർ ഉണ്ടാക്കാൻ പഠിച്ചത് എൻ്റെ അമ്മൂമ്മ എനിക്ക് പറഞ്ഞു തന്ന മെത്തേഡാണ്. എൻ്റെ അമ്മൂമ്മ പണ്ട് ഇങ്ങനെയാണ് മാങ്ങാക്കറി എല്ലാം വെച്ചുകൊണ്ടിരുന്നത്. ഇതുപോലെ തന്നെയാണ് ഉണക്ക മാങ്ങാക്കറി അമ്മൂമ്മ വെച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഉണ്ടാക്കുന്നതിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. സോ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് എനിക്ക് മാങ്ങ കിട്ടിയപ്പോൾ ഇങ്ങനെ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചത്. പണ്ട് എൻ്റെ അമ്മൂമ്മ ഉണ്ടാക്കി തന്ന ടേസ്റ്റ് അത്രയും ടേസ്റ്റൊന്നും ഞാൻ ഉണ്ടാക്കി വരത്തില്ല, എന്നാലും അതുപോലെ ആകും എന്ന് വിചാരിച്ച് ചെയ്തതാണ്. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും നമ്മൾ ഈ മസാലയിലോട്ട് ഇടണം. എന്നെങ്കിൽ മാത്രമേ മാങ്ങയ്ക്ക് ഉപ്പ് പിടിക്കുകയുള്ളൂ. കാരണം മൂവാണ്ട മാങ്ങ നല്ല പുളിയുള്ള മാങ്ങയാണ്. അതുകൊണ്ട് നമുക്ക് ഇതിന് വേണ്ട ഉപ്പും കൂടി അതിലേക്ക് ആഡ് ചെയ്യണം. എന്നിട്ട് ഉപ്പും കൂടി ആഡ് ചെയ്ത് ഇത്തിരിയും കൂടി മാങ്ങയുടെ വെള്ളം ഉണ്ടായിരുന്നു, അതും കൂടി ഒഴിച്ച് ഞാൻ നല്ലോണം മിക്സ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അങ്ങനെ മിക്സ് ചെയ്തിട്ട് ആ ഒരു ഗ്രേവിയാണ് നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ മാറ്റി വെച്ചിരിക്കുന്ന മാങ്ങയിലോട്ട് ആഡ് ചെയ്യേണ്ടത്.
എന്നിട്ട് അത് ആഡ് ചെയ്ത് നല്ലോണം എല്ലാ മാങ്ങയിലും നമ്മുടെ ഈ മസാല എത്തണം. ആ ഒരു രീതിയിൽ നല്ലോണം ഒരു സ്പൂണോ എന്തെങ്കിലും വെച്ച് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. കാരണം ആദ്യം നല്ല കട്ടിയായിട്ടായിരിക്കും ഈ ഗ്രേവി ഇരിക്കുന്നത്. അതെല്ലായിടത്തും പിടിച്ച് നമ്മുടെ മാങ്ങാക്കറിയുടെ കൺസിസ്റ്റൻസി വരുന്നത് നമ്മൾ ആ ഇളക്കുന്ന പോലെ ഇരിക്കും. നല്ല രീതിക്ക് ഇളക്കി കഴിഞ്ഞാൽ എല്ലാ മാങ്ങയിലും നമ്മുടെ ഈ മസാല പിടിച്ച് നമ്മുടെ മാങ്ങാക്കറിക്ക് ടേസ്റ്റ് കിട്ടത്തുള്ളൂ. സോ ഇത്രയേ ഉള്ളൊരു സിമ്പിൾ റെസിപ്പിയാണ്. എല്ലാവർക്കും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു സിമ്പിൾ റെസിപ്പി. പിന്നെ എല്ലാവരും വെക്കുന്നതുമാണ്. പിന്നെ ഞാൻ എൻ്റെ രീതിക്ക് എങ്ങനെയാണ് വെക്കുന്നത് നിങ്ങൾക്ക് ഷെയർ ചെയ്തു എന്നേ ഉള്ളൂ. ഇങ്ങനെ ഒരു അവസരം കിട്ടിയപ്പം ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതുപോലുള്ള കുക്കിംഗ് വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ അത് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. ബൈ ബൈ.